ഹലോ എവരിവൺ, വെൽക്കം ടു FSR ലൈവ്. അൽവാരസ് ടു ബാർസലോണ എന്താണ് സംഭവിക്കുന്നത്? കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്. ആ കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു 100 മില്യൺ യൂറോയുടെ ഒരു ബിഡ് ഓൾറെഡി അത്ലറ്റിക്കോ മാഡ്രിഡ് റിജക്റ്റ് ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റിവൽസിനൊന്നും കൊടുക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് താല്പര്യമില്ല. കാരണം തോൽക്ക് തന്നെ പണിയാവുമല്ലോ. എസ്പെഷ്യലി ബാർസക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ മൺഡേ അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിലെത്തും. സിമിയോണി ആയിട്ട് ചർച്ചകൾ ചെയ്തിട്ട് അൽവാരസ് ക്ലബ്ബ് വിടാൻ ഒരുങ്ങുന്നു എന്നൊക്കെയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വന്നത്. ബട്ട് സിമിയോൺ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലബിൻ്റെ തീരുമാനം അത്ലറ്റിക്കോ മാഡ്രിഡിൽ അൽവാരസ് തുടരും എന്നാണ്. പിന്നെ രണ്ടാളും ഓൾറെഡി അർജന്റീനക്കാരാണ്. ഒരു തമ്മിൽ സംസാരങ്ങളൊക്കെ നടന്ന് കാണുമല്ലോ, സിമിയോണിയും അൽവാരസും. പക്ഷേ അൽവാരസിൻ്റെ തീരുമാനം എങ്ങനെയെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുക. കാരണം അൽവാരസിന് ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിൽ തുടരാൻ താല്പര്യമില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് ഓൾറെഡി അറിയിച്ചതായിരുന്നു അൽവാരസിന് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതൊക്കെ ചെയ്യും എന്നുള്ളത്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അൽവാരസിന് വേണ്ടി ചെയ്തില്ല എന്നാണ് അൽവാരസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും മൺഡേ വരെ നമുക്ക് ആക്കാം. കാരണം എന്തായാലും ഈ മൺഡേ തീരുമാനമാവും. അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുവോ അല്ലെങ്കിൽ ബാർസയ്ക്ക് എത്തുമോ, ആ കാര്യങ്ങളൊക്കെ ഈ മൺഡേ തീരുമാനം. ഇത്രയും കാലം നോക്കിയല്ലോ, ഒരു ദിവസം കൂടി നോക്കാം. പിന്നെ അൽവാരസ് ഓൾറെഡി പറഞ്ഞതാണ് അൽവാരസിന് ബാർസയ്ക്ക് വേണ്ടി കളിക്കലാണ് ചെറുപ്പം മുതലെയുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതിനൊരു അവസരം കിട്ടിയ സമയത്ത് അൽവാരസ് അത് യൂസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി അൽവാരസ് ബാർസയിലൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് ബാർസക്ക് വെക്കുന്ന കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അത് ഓൾറെഡി ഒരു കാണിച്ചതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ചില റൂമറുകൾ വന്ന സമയത്ത് യമാലിൻ്റെ പോസ്റ്ററൊക്കെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റ്യാനോ റൊമേറോ ടു ബാർസലോണ ആ ട്രാൻസ്ഫർ നടക്കാനുള്ള ചില സാധ്യതകളുണ്ട്. ടോട്ടൻഹാമായിട്ടൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത്. നടന്നു കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. കാരണം റൊണാൾഡോ അറൂഹോ ഒക്കെ ബാർസയിൽ നിന്ന് പോയതാണ്. ഡിഫൻസിൽ ഇപ്പോൾ ആളില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റ്യാനോ റൊമേറോ വന്നു കഴിഞ്ഞാൽ അത് ബെറ്റർ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ PSG ഇപ്പം ഫെറാൻ ടോറസ് പോയി. ഫെറാൻ ഈ സീസണിൽ നന്നായിട്ട് നമ്മൾ നോക്കി കണ്ടൊരു പ്ലെയർ ആയിരുന്നു. കാരണം വേൾഡ് കപ്പിൽ ഒരു സ്റ്റാറായി, ഫൈനൽ ഗോളിട്ട് ആ നിൽക്കുന്ന സമയത്ത് തന്നെ PSG പോവുകയും ചെയ്ത്. മുന്നിൽ എന്തായാലും അൽവാരസ് വരൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ മുന്നിലൊരു പ്ലെയർ നിർബന്ധമാണ്. അത് അൽവാരസ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറൊരു ഗംഭീര പ്ലെയറോ. അൽവാരസ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അൽവാരസിനെ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ പോയാൽ പോയി, അത്ര മാത്രമേ ഇതിൽ പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ നടക്കാൻ സാധ്യതയുള്ള ട്രാൻസ്ഫറുകൾ ഒന്ന് റോഡ്രി ടു ബാർസലോണ, അൽവാരസ് ടു ബാർസലോണ, അതുപോലെ തന്നെ ക്രിസ്റ്റ്യാനോ റൊമേറോ ടു ബാർസലോണ. ഇത് 3 ട്രാൻസ്ഫറുകളും നടന്നു കഴിഞ്ഞാൽ ബാർസ പൊള്ളിക്കും, ഗംഭീര ടീമാവും. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് അൽവാരസ് ടു ബാർസയിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ റോഡ്രി ടു ബാർസ, അല്ലെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊമേറോ ടു ബാർസ? ഇതിലേതെങ്കിലും ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യതകളുണ്ടോ? ഇതിങ്ങനെ നാളെ എന്ന് വെച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നടക്കുമോ? എന്തായാലും കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി FSR ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.